അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നമ്മളിന്ന് അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പ്രോഗ്രാമാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഒരു സീരീസിന് തുടക്കമാവുകയാണ്. കാരണം ഇവര് പല നിലക്കും ആളുകളെ ഉം പറ്റിക്കുന്നുണ്ട്, തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇവര് പ്രധാനമായും സോഷ്യൽ മീഡിയ ആണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, പ്രധാനപ്പെട്ട വ്യക്തികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ പരിശോധിച്ച് അതിന് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്നത്. അപ്പൊ തുടക്കത്തിൽ ഇവരുടെ തന്നെ സ്ഥാപനമായ അക്യുപങ്ക്ചർ അക്കാദമി, ഇതാണ് ഇവരുടെ എല്ലാവിധ അഭ്യാസങ്ങളും ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അതൊരു വ്യാജ സ്ഥാപനമാണ്. വ്യാജ സ്ഥാപനം മീൻസ് അക്യുപങ്ക്ചറിന്റെ പേരിൽ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ വ്യാജം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ ഇവര് യഥാർത്ഥ അക്യുപങ്ക്ചർ അല്ല അവിടെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ അക്യുപങ്ക്ചറുമായി യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമുക്ക് നേരിട്ട് അവരുടെ ഓരോ പോസ്റ്റ് നമുക്ക് നോക്കിയിട്ട് എന്താണ് അതിന്റെ വസ്തുത പരിശോധിക്കാം. അപ്പോൾ ഇതാണ് അതിലുള്ള അക്യുപങ്ക്ചർ അക്കാദമിയാണ്. അപ്പം ഈ പുതിയ പോസ്റ്റുകളൊന്നും കാണാനില്ല. അപ്പൊ പഴയ ഒരു ജൂൺ 14 പോസ്റ്റാണ്. അക്യുപങ്ക്ചർ ചികിത്സകനാവാം, കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ പഠിക്കാൻ അവസരം. നമ്മുടെ പരസ്യം കൊടുത്തിട്ട് ഇവര് ആളുകളെ എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവര് ചെയ്യുന്ന ഇത് മുഖ്യമായ ഒരു ബിസിനസ്സാണ്. പറഞ്ഞല്ലോ, കോടികൾ മറിയുന്ന ഒരു ബിസിനസ്സാണ്. അതായത് SLC തോറ്റാലും +2 തോറ്റാലും, ചിലർക്ക് +2 SLC ക്വാളിഫിക്കേഷൻ വേണം തോന്നും, അവർക്കൊക്കെ നിങ്ങൾക്ക് ഡോക്ടർ ആവാം എന്ന് പറഞ്ഞിട്ട് അവർ പരസ്യം കൊടുക്കുന്നത്. അത് നിഷേധിച്ച തെളിവുകളുണ്ട് നമ്മളെ കയ്യിൽ. എന്നിട്ട് അവരെ പഠിപ്പിക്കാം. 1 ഇയർ കോഴ്സ്, 6 മാസത്തെ കോഴ്സ്, ചിലർ ഷോർട്ട് ടേം കോഴ്സ് ഒക്കെ ഉണ്ട്. 1 ഇയർ കോഴ്സിൽ ശനിയാഴ്ച മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. പിന്നെ ക്ലാസ്സിന്റെ രൂപമൊക്കെ ഭീകര അബദ്ധമാണ്. കൃത്യമായ ഡാറ്റ എടുത്തിട്ടാണ് സംസാരിക്കുന്നത്. 45,000 രൂപയാണ് ഫീസ് വാങ്ങിക്കുന്നത്. ഒരു ബാച്ചിൽ 100 കുട്ടികളുണ്ടാവും. 200 ബാച്ച്, ഏകദേശം കോടികൾ, 9ഓളം കോടികൾ ആനുവലി ടേൺ ഓവർ ഉള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ പിന്നാലെ വരെ വണ്ടിയെടുത്ത് കൂടിയത്. അപ്പം നമ്മളെടുത്തൊരു നിലപാട് എന്താ വെച്ചാല്, നാട്ടിൽ എന്ത് ചികിത്സ ആർക്കും സ്വീകരിക്കാം, അത് പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ മോഡേൺ മെഡിസിൻ മാത്രം അല്ലെങ്കിൽ ഹോമിയോ മാത്രം സ്വീകരിക്കണം എന്നൊന്നുമില്ല. ആളുകൾക്ക് ഇഷ്ടമുള്ള ചികിത്സ സ്വീകരിക്കാം. ചികിത്സയിൽ ഏറ്റവും മികച്ച ചികിത്സാ രീതി മോഡേൺ മെഡിസിന്റേതാണ്. കാരണം അത് പുതിയ പഠനത്തിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു സംഗതിയായത് കാരണം. പക്ഷെ ഇവർ ചെയ്യുന്ന ദ്രോഹം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ എങ്ങനെ ചികിത്സിച്ചോളൂ, പക്ഷെ ഇവർ ചെയ്യുന്നത് ദ്രോഹം ശരിയായ ചികിത്സ എന്ന ആളുകളെ തടയുക. മരുന്ന് കഴിക്കുന്നവരെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യിക്കുക, ആ ചികിത്സയ്ക്ക് ആളെ പോകാതിരിക്കുക. ആളുകളുടെ ജീവനും സ്വത്തിനും വിശ്വാസത്തിനും വരെ ഹാനികരമാവുന്ന രീതിയിലാണ് ചികിത്സ. അതുകൊണ്ടാണ് ഇത്തരം കോഴ്സുകൾ നമ്മൾ എതിർക്കുന്നത്. ഇത് അവർക്ക് കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അത് സാധാരണ ആൾക്കാരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ കോഴ്സിന്റെ പ്രത്യേകത. മറ്റൊന്ന് പിന്നെ അവരുടെ കോൺവക്കേഷൻ പരിപാടിയും പ്രൊമോഷനൊക്കെയാണ്. അതൊക്കെ നമുക്ക് തൽക്കാലം വിടാം. ചരിത്രം വീണ്ടും സാക്ഷിയാക്കി ആയിരങ്ങൾ തീരം തേടിയുള്ള യാത്ര തുടങ്ങി. ഇവര് ഈ ഒരു പേജ് അത്ര ആക്റ്റീവ് അല്ല. എന്നാലും പഴയ ചില പോസ്റ്റുകളൊക്കെ എടുക്കാനുണ്ട്. 72ാം വയസ്സിൽ അർത്ഥം വന്നു, വേറെ ഒരുപാട് വിശേഷങ്ങൾ, ഇങ്ങനത്തെ കുറെ ഇവര് പ്രൊമോഷൻ, ഈ ക്രിസ്ത്യൻസ് ഒക്കെ ചെയ്യുന്നതല്ലേ, ഇതേപോലെ ഒരുപാട് പ്രൊമോഷൻസ് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ആളുകൾ തന്നെയാണ്, ഇവരുടെ ബാച്ച് പഠിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവരെ കൊണ്ട് ഞങ്ങളെ അസുഖം മാറി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അടുത്തൊരു അക്യുപങ്ക്ചറൽ ചികിത്സാ രോഗങ്ങൾക്ക് മാത്രം IAPA. ഇത് ഇവര് നമ്മുടെ തിരുവനന്തപുരത്ത് പ്രസവത്തോടനുബന്ധിച്ചിട്ട് പിന്നെ ഒരു സ്ത്രീയും കുട്ടിയും മരിച്ചിരുന്നല്ലോ. ആ സമയത്ത് അവര് കൊണ്ടുവന്ന് വന്ന ഒരു പത്രസമ്മേളനം നടത്തിയതാണ്. ആ പത്രസമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നമ്മൾ മുമ്പ് പഴയൊരു വീഡിയോയിൽ അതിന്റെ അബദ്ധങ്ങളും അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാം, എന്നൊരു കാണണം. ഇത് ഒരാളെ ബോധപൂർവം കൊലക്ക് കൊടുത്തതാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചികിത്സ അറിയാതെ ചികിത്സിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ചികിത്സിച്ച ആളുകൾക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതേപോലെ ഒരു ചികിത്സ അറിയാതെ ചികിത്സിച്ചതാണ്. ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിച്ചതാണ്. എന്താണ് നടന്നത് അദ്ദേഹം വിശദമായിട്ട് വിശദീകരിച്ചതാണ്. യാതൊരു അറിവുമില്ലാതെ ഇത്തരം ചികിത്സകർ ഇവരെ ഇതേപോലത്തെ പാവപ്പെട്ട ആളെ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു. അവസാനം പ്രശ്നമാവെന്ന് കണ്ടപ്പോൾ ഇവർ കൈയൊഴിഞ്ഞു. എന്നിട്ട് ഇവരെ സ്വാധീനമൊക്കെ ഉപയോഗിച്ചിട്ട് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ ആ പാവം കേസുമായിട്ട് നടക്കാണ്. ഇതാണ് ഉണ്ടായിരുന്നത്. ഇവർ പറഞ്ഞ അക്യുപങ്ക്ചർ രോഗങ്ങൾക്ക് മാത്രമാണ് ചികിത്സ. ഒരു ചികിത്സയില്ല, നിങ്ങളുടെ അടുത്ത് ഒരു ചികിത്സയില്ല. യഥാർത്ഥ അക്യുപങ്ക്ചറിൽ ചില ചികിത്സകളൊക്കെ ഉണ്ട്. അത് ഒറിജിനൽ അക്യുപങ്ക്ചർ, അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചതാണ്. ഇവരതും പറഞ്ഞിട്ടാ ചെയ്യുക. ഞങ്ങൾ ചികിത്സ 1000 കൊല്ലം പഴക്കമുള്ളതാണ്, 2000 കൊല്ലം പഴക്കമുള്ളതാണ്, WHO അംഗീകരിച്ചാണ്. WHO അംഗീകരിച്ച ചികിത്സ നിങ്ങളെ ഈ ചികിത്സയല്ല. നിങ്ങളുടെ ചികിത്സക്ക് 10-20 വർഷത്തെ പഴക്കമേ ഉള്ളൂ. 20 മാക്സിമം 30. തമിഴ്നാട്ടിലെ ഫസൽ റഹ്മാൻ എന്നുള്ള ഡോക്ടർ തുടങ്ങി വെച്ചതാണ്.
അദ്ദേഹത്തിന് പിന്നെ പ്രാന്തായി. അദ്ദേഹം സായിബാബ മോഡലില് ഒരു 100 ആളെ റൂം വിളിച്ചുകൂട്ടി കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ടൊക്കെയാണ് ചികിത്സിക്കല്. നിങ്ങളത് അംഗീകരിക്കോ? നിങ്ങളത് അംഗീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ട്രെയിനിൽ രഹസ്യമായിട്ട് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, മക്കളെ പേര് കിട്ടിയിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തു വിടുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ഇവരുടെ അവസ്ഥ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഇവരുടെ പോസ്റ്റ് മൊത്തം എടുക്കുന്നതുകൊണ്ട് ഒരുപാട് പറയാനുണ്ടാവും. പിന്നെ സർജറി ഇല്ലാതെ വെരിക്കോസ് മാറുമെന്നോ? കീമോ സർജറിയും ക്യാൻസർ വരെ മാറുന്നതാണ്. ഒരു ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് അബദ്ധങ്ങൾ, യാതൊരു ധാരണയും ഇല്ലാതെ ക്യാൻസറിനെ കുറിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പിന്നെ ക്യാൻസർ ചികിത്സിക്കേണ്ടതില്ല എന്നും ഒക്കെ പറഞ്ഞ അബദ്ധങ്ങൾ. ക്യാൻസർ എന്താണെന്ന് ഇവർക്ക് അറിയില്ല. എന്താണ് ക്യാൻസർ, അതിന്റെ അപകടം എന്താണ്, എന്തുകൊണ്ട് ഇത്രത്തോളം വ്യാപകമോ ഒന്നും അവർക്ക് അറിയില്ല. എന്നിട്ട് ക്യാൻസർ ഒന്നും ചികിത്സിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകളെ സ്റ്റോപ്പ് ചെയ്യും. എന്തൊരു ദ്രോഹമാണ് ഇവർ സമൂഹത്തോട് ചെയ്യുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. എനിക്കൊന്ന് ക്യാൻസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയേണ്ടതുണ്ട്. അത് ഇൻഷാ അള്ളാ അതിലോട്ട് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെരിക്കോസ് മാറും. എങ്ങനെ മാറും? നിങ്ങൾ പറ. നിങ്ങളോട്ടുള്ള ചോദിക്കാനുള്ള ഒരു സംഗതി ഇതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സിംഗിൾ നീഡിൽ കുത്തുമ്പോൾ ഒരു അസുഖം മാറുന്നത്? വിശദീകരിക്കൂ. ഒറിജിനൽ അക്യൂപങ്ക്ചർ ചില വിശദീകരണങ്ങളുണ്ട്. അത് രസകരം എന്താ വെച്ചാൽ നമ്മൾ ഈ വിഷയമായപ്പോൾ എന്റെ സുഹൃത്തുക്കളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൽ അക്യൂപങ്ക്ചർ വിശദീകരിക്കാൻ ഒരു ചികിത്സകൻ കൊടുത്തു. 50 വയസ്സുള്ള ഒരാളാണ് അദ്ദേഹം. വർഷങ്ങളായിട്ട് അക്യൂപങ്ക്ചർ ചികിത്സ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തോട് വളരെ ലളിതമായി, അദ്ദേഹം വന്നപ്പോൾ തന്നെ മോഡേൺ മെഡിസിൻ പ്രശ്നമാണ്, മരുന്ന് വിഷമാണ് എന്നൊക്കെ വിശദീകരിച്ചു. അദ്ദേഹത്തോട് വളരെ ലളിതമായി ചോദിച്ചു, നിങ്ങൾ മോഡേൺ മെഡിസിൻ ഒക്കെ വിടൂ, എങ്ങനെയാണ് നിങ്ങൾ ഒരു സിംഗിൾ നീഡിലെടുത്ത് കുത്തുമ്പോൾ അസുഖം മാറും എന്ന് വിശദീകരിക്കുന്നത്? പുള്ളി ഒരു നിലക്കും വിശദീകരിക്കാൻ തയ്യാറായില്ല. അവസാനം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു എങ്ങനെയാണ് യഥാർത്ഥ അക്യുപങ്ക്ചറിൽ നീഡിൽ ഇറക്കുമ്പോൾ അത് എൻഡോർഫിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും അതെങ്ങനെയാണ് പെയിൻ കുറയ്ക്കുന്നതെന്നൊക്കെ നമ്മൾ അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ മെക്കാനിസം നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പറയൂ, വെരിക്കോസ് വെയിൻ സർജറി ഇല്ലാതെ കുത്തുമ്പോൾ എങ്ങനെ മാറുന്നു? വിശദീകരിക്കും. നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റില്ല. അതായത് മോഡേൺ മെഡിസിൻ ആയാലും മറ്റു മുഖ്യധാര ചികിത്സ രീതി ആയാലും അവർക്ക് കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. അതിൽ സബബ് എന്ന് പറയും, കാര്യകാരണ ബന്ധം. അതെങ്ങനെയാണെന്നറിയാം, അത് നിങ്ങൾക്കറിയില്ല. ഇനി ഓക്കെ, അത് അജ്ഞാതമാണ്, അറിയാത്തതാണ്, ആയിക്കോട്ടെ, നിങ്ങൾ ചികിത്സ. പക്ഷെ അതിന് തെളിവുകൾ വേണം. അതിന് തെളിവുകൾ വേണം, പഠനങ്ങൾ വേണം. അതെങ്ങനെ ആളുകൾക്ക് മാറുന്നു എന്നുള്ളതിന് കൃത്യമായ രേഖകൾ വേണം. മാത്രമല്ല നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രമുഖ അതിൽ ഏറ്റവും മുഖ്യധാരയുള്ള ചികിത്സയെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത് എന്നുള്ളതാണ് വസ്തുത. നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഇതിലുള്ള പ്രധാനപ്പെട്ട സംഗതി. അക്യൂപങ്ക്ചർ ചികിത്സ എങ്ങനെയാണ് രോഗം മാറുന്നത് ഇദ്ദേഹം വിശദീകരിക്കുന്നില്ല കേട്ടോ. ഇദ്ദേഹം ഷുഹൈബ് റിയാലാണ്, ഇവരുടെ ആത്മീയ നേതാവാണ്, ഇദ്ദേഹം ഇവരുടെ ഫൗണ്ടർ കൊടുത്തത്. അദ്ദേഹം ഒരിക്കലും എങ്ങനെയാണ് നിങ്ങൾ കോഴ്സിന് ചേരൂ എന്നിട്ട് പഠിക്കൂ, അപ്പൊ പഠിച്ച നിങ്ങൾ പറയുന്ന ഞങ്ങൾ പറയുന്നത്. ഇത്രയും കാലം കോഴ്സിന് നടന്ന് നിങ്ങൾ പറയൂ, വിശദീകരിക്കൂ എങ്ങനെയാണ് അസുഖം മാറുന്നത്. അതിനിപ്പം എല്ലാത്തിന് 45,000 ഉറുപ്പിക എടുത്തിട്ട് പഠിക്കാൻ പറ്റില്ല ആർക്കും. നിങ്ങൾ മോഡേൺ മെഡിസിൻ വിമർശിക്കുന്നത് 5 കൊല്ലം MBBS കോഴ്സ് കഴിഞ്ഞിട്ടാണോ? എന്നിട്ട് കോഴ്സിന് ചോദിക്കാൻ പറയാം അക്യൂപങ്ക്ചർ എങ്ങനെയാണ്. ഇത് വിശദീകരിക്കൊന്നുമില്ല. നിങ്ങൾ കോഴ്സ് ചെയ്യുക എന്നിട്ട് വിമർശിക്കുന്നതാണ്. മറ്റൊന്ന് സെർവിക്കൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പരിഭ്രാന്തിയില്ല, അക്യൂപങ്ക്ചർ അസുഖം മാറി എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ക്യാൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുകളെ പറ്റിക്കാണ്ട് ചെയ്യുക. ക്യാൻസർ മാറും, എന്താണ് ക്യാൻസർ, എങ്ങനെ ക്യാൻസർ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞല്ലോ. വിശദമായിട്ട് വേറൊരു പോസ്റ്റ് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ വേറൊരു മഹതി ഉണ്ട്, അവരുടെ FB പോസ്റ്റിൽ ഇതൊരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് വരാം. അതുകൊണ്ടാണ് ക്യാൻസറിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ഒന്നും പറയണില്ല. പിന്നെ 7 മാസം പിന്നിടുമ്പം 2,500 മരുന്നുകളാണ് ഒഴിവാക്കിയത്. ഇത് PR വർക്കാണ്. ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് തന്നെ വീഡിയോ ചെയ്യിപ്പിക്കുകയാണ്. വുമൺ ഹെൽത്ത് കോഴ്സിന്റെ പരസ്യമാണ്. അഡ്വാൻസ് ഡിപ്ലോമ അഡ്മിഷൻ തുടരുന്നു. ഹിസ്റ്ററി ഓഫ് അക്യൂപങ്ക്ചർ, ബേസിക് ഹ്യൂമൻ അനാട്ടമി ഓഫ് പൾസ് ഡയഗ്നോസിസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൾസ് ഡയഗ്നോസിസ്. ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇവരുടെ രസം എന്താ വെച്ചാൽ ഇവരുടെ പല വാട്സപ്പ് ഗ്രൂപ്പിലും ഞാനുണ്ട്. അതിലൊക്കെ ഇവര് അധികം അക്യുപങ്ക്ചറിസ്റ്റും സ്റ്റെതസ്കോപ്പ് ഇട്ടിട്ടാണ് ഇരിക്കാം. ഇവര് രോഗനിർണയം നടത്തുന്നത് നാഡീപരിശോധനയിലൂടെയാണ്. അതന്നെ ഭീകര അബദ്ധമാണ്, പൾസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ട്. കാരണം നാഡീപരിശോധനയിലൂടെ ഒരിക്കലും പിന്നെ ഹൃദയത്തിന്റെ ചില സ്പന്ദനങ്ങൾ മീൻസ് മിടിപ്പ് മനസ്സിലാക്കാനേ പറ്റും. അത് തന്നെ വിശദമായിട്ടൊന്നും അറിയാൻ പറ്റില്ല ഒരിക്കലും. അത് ചെറിയ മാറ്റങ്ങൾ, എത്ര ഹൃദയമിടിപ്പ് കൂടുതലുണ്ടോ കുറവുണ്ടോ, അങ്ങനെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് മാത്രമേ ഈ പൾസിലൂടെ കിട്ടുള്ളൂ. ഇവരെല്ലാ അസുഖവും പൾസിലൂടെ അറിയുന്നുള്ളത് മഹാവിഡിത്തരമാണ്. നമ്മുടെ ആധുനിക കാലത്ത് നമ്മുടെ യുക്തി കൊണ്ട് യോജിക്കാൻ പറ്റാത്തതാണ്. യാതൊരു തെളിവുമില്ല. ഇവർക്ക് വായിൽ തോന്നിയത് വിളിച്ച് പറയാണ്. പൾസ് പോയിട്ട് ഇവർക്ക് അതിന്റെ ABCD പോലും അറിയാത്ത ആൾക്കാരാണ് ഇവർ. ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് പോലും സ്റ്റെതസ്കോപ്പ് വയ്ക്കാതെ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. എന്താണ് പൾസ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒന്നും അറിയാതെ +2 ഗുസ്തിയായിട്ട് നടക്കുന്ന, അല്ലെ 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് നടക്കുന്ന ഇവരുടെ അഭ്യാസ പാഠങ്ങൾ മാത്രമാണ് ഇക്കാര്യത്തിലുള്ളത് എന്നാണ് പിന്നെ പറയാനുള്ളത്. +2 ബിരുദധാരിയാണോ, നിങ്ങൾക്ക് ആതുര സേവനത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഉള്ള പരസ്യങ്ങൾ
വേറെ ഉണ്ട്. ഇത് പിന്നെ അവരവരുടെ ഒഫീഷ്യൽ സ്ഥാപനമായതുകൊണ്ടാണ് തോന്നുന്നു ആ നിലക്ക് ഡോക്ടറൊന്നും ഉപയോഗിക്കാത്തത്. അക്യുപങ്ചറിലൂടെ അതായത് ഒരു മിനിറ്റ്. ഇങ്ങനത്തെ കുറെ മറ്റേ ക്രിസ്ത്യൻ സുവിശേഷകർ ചെയ്യണ മാതിരി കുറെ അനുഭവങ്ങൾ ചികിത്സക്ക് തെളിവല്ല. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു എത്ര പേര് അനുഭവങ്ങൾ കൊണ്ടുവരും? ഒരു 100 പേര്. അങ്ങനെയെങ്കിൽ 1 കോടി പേരുടെ അനുഭവങ്ങൾ മോഡേൺ മെഡിസിൻ കൊണ്ടുവന്നാലോ? അത്രയും പഠനങ്ങൾ. അപ്പൊ അനുഭവങ്ങളല്ല ചികിത്സക്ക് തെളിവ്. ചികിത്സക്ക് തെളിവ് പഠനങ്ങളാണ്, ശാസ്ത്രീയ പഠനങ്ങളാണ്. ഇതിൽ കുറെ പറയേണ്ട ഒരു വിഷയമുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു അസുഖം, എന്താണ് രോഗം, ഇവർക്ക് എന്താ രോഗം എന്നറിയില്ല, പിന്നെ ഇവരെങ്ങനെ മാറി എന്ന് പറയാം. ഒരാൾക്ക് അയാളുടെ അസുഖം എന്താണ് എന്ന് പൂർണ്ണമായിട്ടും അറിഞ്ഞാലല്ലേ അയാൾക്ക് അത് മാറിയോ ഇല്ല, അയാൾക്കുള്ള അതിന്റെ പ്രയാസങ്ങൾ മാറിയിട്ടുണ്ടാവാം. പക്ഷെ അസുഖം യഥാർത്ഥത്തിൽ മാറിയിട്ടില്ലെങ്കിലോ നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങൾക്ക് രോഗനിർണയമില്ല, ലാബ് ടെസ്റ്റിംഗ് ഒന്നുമില്ല, ബ്ലഡ് ടെസ്റ്റിംഗ് ഇല്ല, പിന്നെ ഒരു അസുഖം പൂർണ്ണമായി മാറി നിങ്ങൾ എങ്ങനെ പറയാം? അത് പതുക്കെ പതുക്കെ ഇയാളെ മറ്റു മാരകമായ അസുഖങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിലോ? അപ്പൊ ഇതിനെ കുറിച്ചൊന്നും യാതൊരു ബോധ്യവും ഇല്ലാതെ വിവരക്കേട് പറയുന്ന ആളുകൾ മാത്രമാണ് ഇവര് എന്നാണ് വിഷയത്തിൽ പറയാനുള്ളത്. മരുന്നില്ലാത്ത, രോഗഭയമില്ലാത്ത ജീവിതം അക്യുപങ്ക്ചർ സമൂഹത്തിന് ആവശ്യം. മരുന്നിനെ കുറിച്ച് ഇവർ ഒരുപാട് അബദ്ധങ്ങളും വിഡ്ഢിത്തരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു വീഡിയോ നമ്മൾ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് മരുന്ന്, എങ്ങനെയാണ് മരുന്ന് ഉണ്ടാവുന്നത്, അത് രാസവിഷം എന്നാണ് ഇവരതിനെ കുറിച്ച് പറയാറ്. അത് വിഷമാണോ, എന്താണ് മരുന്നിനെ കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ അതിന്റെ മുകളിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. രാസമരുന്നുകളിൽ നിന്ന് മോചനം, ഒരു ധാരണ. ഇത് ഞാൻ പ്ലേ ചെയ്യണില്ല. ഇത് എത്ര മിനിറ്റ് ഉണ്ടാവും? 1 മിനിറ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കല്ലേ? ആരല്ലേ? ട്രിവാൻഡ്രം 17th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ പറയല്ലേ, ഇവര് 17th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ സ്റ്റുഡൻസിനെ ഇറക്കിയിട്ടാണ്. ഏതായാലും 45,000 കൊടുത്ത് പാവങ്ങൾ പെട്ടു. പിന്നെ ക്യാമറയുടെ മുമ്പിൽ എന്നിട്ട് ഇതൊക്കെ വിളിച്ചു പറയല്ലാതെ നിർവാഹമല്ല. ബാക്കി പറയാം. അക്യുപങ്ക്ചർ ക്ലാസ്സിലോട്ട് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഞാൻ തന്നെ വർഷങ്ങൾക്ക് മുന്നേ അനുഭവിച്ച ഒരുപാട് രോഗങ്ങളുടെ മനം അടുത്തിട്ട് തന്നെയാണ് അക്യുപങ്ക്ചറിലോട്ട് വന്നത്. 5 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് 10-13 ടൈപ്പ് മെഡിസിൻ, അതായത് ആസ്പിരിൻ ഉൾപ്പെടെ, പ്രഷർ, എഫക്റ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് കഴിച്ച്, പിന്നെ അതിൻ്റെതായ ഒരുപാട് സൈഡ് എഫക്റ്റും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ എന്താണ് ഇതിനും ഇനി വേറൊരു സൊല്യൂഷൻ എന്നൊക്കെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെ അക്യുപങ്ക്ചർ എന്നൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ കലാട്ടുമുക്കില് കമറുദ്ദീൻ സാറിന്റെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് ചെയ്തു. അൽഹംദുലില്ലാഹ് എല്ലാ മരുന്നും കഴിക്കാതിരുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ, പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ട്രീറ്റ്മെന്റ് ചെയ്തതോടുകൂടി കംപ്ലീറ്റ് മെഡിസിനും എനിക്ക് ഒഴിവാക്കാൻ പറ്റിയെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോ വെറുതെ വിഷം കഴിച്ച് അറിവില്ലാതെ ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗത്തിലോട്ട് ഇതാണ് ഇവര് സ്ഥിരം പറയുന്നതാണ്. പിന്നെ മരുന്ന് വിഷമാണ്, വിഷം കഴിച്ച രോഗത്ത് മറ്റൊരു രോഗത്തിലേക്ക് മാറണം. ഞാൻ പറഞ്ഞവര് എന്താണ് മരുന്ന്, ഇതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. ഒരു മരുന്ന് എന്ന് പറഞ്ഞാല് എന്താണ് രോഗം എന്ന് കൃത്യമായി നിർണ്ണയിക്കുകയും ആ രോഗത്തിനെ മാറ്റാൻ ആവശ്യമായുള്ള കോമ്പൗണ്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യും. അതൊരു വലിയ പ്രോസസ്സാണ്. അന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി ചികിത്സകർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എങ്ങനെയാണ് ഒരു മരുന്നായി മാറുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് കെമിക്കലാണ്, പിന്നെ രാസവിഷമാണ് നിങ്ങൾ പറയാം. അത് ഭയങ്കര ഗുരുതരമായ സൈഡ് എഫക്ട്, അങ്ങനെ ഒരു സൈഡ് എഫക്ട് ഉണ്ടാകും. ഗുരുതരമായ സൈഡ് എഫക്ട് ഉണ്ടാക്കുന്ന ഒരു മരുന്നുമില്ല. മരുന്നിന് എല്ലാത്തിനും സൈഡ് എഫക്ട് ഉള്ള പോലെ തന്നെ മരുന്നിന് സൈഡ് എഫക്ട് ഉണ്ട്. അത് കൃത്യമായി പഠിച്ചിട്ടാണ് ഒരു മരുന്നാവുന്നത്. ലളിതമായി പറഞ്ഞാൽ ആദ്യം അസുഖം എന്താണെന്ന്, അതിന്റെ മോളിക്കുലർ ലെവൽ അസുഖം എന്താണ്, അതിന്റെ റീസൺ എന്താ മനസ്സിലാക്കുകയും അവിടുത്തെ പ്രശ്നം, ഇപ്പോൾ പ്രോട്ടീൻ ലെവലിലാണെങ്കിൽ അവിടെ എന്താണ് പ്രശ്നം, ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനുള്ള ഇപ്പം ഒരു സ്ട്രക്ചർ ഡിഫറൻസ് ആയിരിക്കും, സ്ട്രക്ചർ ശരിയാക്കാനുള്ള കോമ്പൗണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ലാബ് കമ്പ്യൂട്ടറിൽ സെലക്ട് ചെയ്ത് അതിൽ പിന്നെ ഇൻവിട്രോ ഇൻ വിവോ എക്സ്പെരിമെന്റ് എന്നൊക്കെ പറയും, അത് ലാബിൽ ടെസ്റ്റ് ചെയ്ത്, മൃഗങ്ങളിൽ ടെസ്റ്റ് ചെയ്ത്, മനുഷ്യരിൽ ടെസ്റ്റ് ചെയ്ത് അതിന്റെ സൈഡ് എഫക്ട് ഒക്കെ മനസ്സിലാക്കി അത് എഫിക്കസി ആൻഡ് സേഫ്റ്റി, എഫിക്കസി പറഞ്ഞാൽ അത് എഫക്റ്റീവ് ആണോ എന്ന് നോക്കും, പിന്നെ അതിന്റെ സേഫ്റ്റി നോക്കും. നല്ല എഫക്റ്റീവ് ആണ്, പക്ഷെ അത് സേഫ് അല്ലെങ്കിൽ ആ മരുന്നായിട്ട് മാറൂല. അപ്പൊ നല്ല എഫക്റ്റും അതിന്റെ സൈഡ് എഫക്ട് വളരെ കുറവുമാണെങ്കിൽ മാത്രമേ മരുന്ന് നടക്കുള്ളൂ. പിന്നെ മരുന്ന് ആവശ്യത്തിന് അല്ലാതെ കഴിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ മറ്റുണ്ട്. ഒന്നും അറിയാതെ രാസവിഷമാണ്, എന്റെ അസുഖം മാറി എന്നൊക്കെ പറഞ്ഞിട്ട് പെയ്ഡ് പ്രൊമോഷൻ ആളുകളെ കൊണ്ട് ചെയ്യുന്ന പ്രൊമോഷൻസ് മാത്രമാണ്. ഞാനും മരുന്ന് നിർത്തിയത് അതേപോലെ തന്നെ ഇവരുടെ ഒരു തൈറോയിഡ് മരുന്ന്, ഇതൊക്കെ തന്നെ ഒരു മരുന്ന് ഇറങ്ങുന്നതാണ്. തൈറോയിഡ് മരുന്നാൽ ഏത് മരുന്നാൽ കൃത്യമായ പഠനങ്ങളെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങുക. എല്ലാ മരുന്നും പിന്നെ ഒരു പ്രശ്നമില്ല, അമൃത് പോലെ ഇതാണെന്ന് ആരും പറയുന്നില്ല. എല്ലാത്തിനും പച്ചവെള്ളത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല. അപ്പൊ മരുന്നിന്റെ പ്രശ്നധാരണം പറഞ്ഞാൽ, ഇപ്പം ഒരു ഡയബറ്റിക് കഴിച്ചാലും മരുന്ന് കഴിച്ചാലും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും കുറെ കാലം കഴിച്ചാൽ എന്ത് ചെയ്യും, ഈ പ്രമേഹം
നമ്മുടെ ഓർഗൻസിനെ എഫക്ട് ചെയ്യും. ഓർഗൻസിനെ എഫക്ട് ചെയ്തിട്ട് കിഡ്നി, ലിവർ, കണ്ണ് ഒക്കെ നശിച്ചു തുടങ്ങും. അങ്ങനെ ആ പേഷ്യന്റ് ക്രമേണ നശിക്കും. പക്ഷെ മരുന്ന് കഴിച്ചാൽ ഇത് ഏറെക്കുറെ തടയാനും പൂർണ്ണമായി മാറ്റാൻ പറ്റിക്കൊള്ളുന്നില്ലെങ്കിൽ ഏറെക്കുറെ തടയാനും മെച്ചപ്പെട്ട ഒരു ജീവിതം ഇതാക്കാനും. ഇപ്പം ഇതൊന്നും കഴിക്കാതെ 2 വർഷം കൊണ്ട് പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ ആ പേഷ്യന്റ് ഒരു 10 വർഷം, ഞാനൊരു എക്സാമ്പിൾ പറയാണ്, വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാനൊക്കെ മരുന്നുകൾ കൊണ്ട് സാധിക്കും. അപ്പൊ കൺട്രോളിൽ നിർത്തലും ഈ മരുന്നുകൾ കൺട്രോളിൽ നിർത്തുക എന്നുള്ളൊരു പണി കൂടിയാണ് മരുന്നുകളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ബോധവും ഇല്ലാതെയാണ് ഇവര് സംസാരിക്കുന്നത്. ഇതിനൊക്കെ അർത്ഥം ഇതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നും മോഡേൺ മെഡിസിനിൽ പ്രശ്നങ്ങളില്ല എന്നൊന്നുമില്ല. എല്ലാത്തിലും ചൂഷണങ്ങളുള്ള പോലെ തന്നെ മോഡേൺ മെഡിസിനിലുണ്ട്. രോഗിക്ക് ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതി കൊടുക്കുന്ന ആൾക്കാരുടെ ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് മോഡേൺ മെഡിസിന്റെ പ്രശ്നമല്ല, ഈ ആളുകളുടെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ സിസ്റ്റം തന്നെ പ്രശ്നത്തിലാണ്, അതിനെയാണ് എതിർക്കേണ്ടത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ വന്നിട്ട് ഇവരുടെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം ഇപ്പൊ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഡിപ്ലോമ ഉണ്ടോ, പരസ്യങ്ങളാണ്. ഇയാള് വീഡിയോ 25 മിനിറ്റ് ഉണ്ട്, അത് നമുക്ക് വിടാം. എത്ര മിനിറ്റ്? അലർജി മരുന്നില്ലാതെ അലർജി, ഇതേപോലെ തന്നെ എന്താണ് അലർജി ഒന്നും അറിയാതെ സംസാരിക്കാണ്. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇത് ഇദ്ദേഹം പറയുന്നത് ഫെബ്രുവരിയിലാണ്. ഇതൊരു ഫാമിലിനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എത്രയധികം അറിവുകൾ ഉണ്ടായിട്ടും പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതാണ് ക്ലിനിക്കലി കൊറലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അത് മാറിപ്പോയി. ഇപ്പൊ ശാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് രോഗങ്ങൾ മാത്രം ചികിത്സിക്കുക, രോഗമല്ല. ഇതില് ഇദ്ദേഹം പറയുന്ന ഇത് ഭാഗത്തിന് കൃത്യമായ വീഡിയോ വരെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ മുകളിലിടാം, എല്ലാവരും അത് കാണണം. അദ്ദേഹം പറഞ്ഞത് കിഡ്നിക്കും പ്രമേഹത്തിനും മരുന്ന് കഴിച്ച് പ്രമേഹത്തിന് മരുന്ന് കഴിച്ച് കിഡ്നി പേഷ്യന്റായി മാറും, ഡയാലിസിസ് സെന്റർ തുടങ്ങും എന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. മരുന്നിനെ കുറിച്ച് പ്രമേഹത്തിന്റെ മരുന്ന് ഒരിക്കലും കിഡ്നിയെ ഡാമേജ് ആക്കുന്നില്ല. കിഡ്നിയെ ഡാമേജ് ആക്കുന്ന വേറെ മരുന്നുകളുണ്ട്, അതേത് ഘട്ടത്തിലാണ് കഴിക്കേണ്ടി വരിക എന്നുള്ളതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് വീഡിയോയില്. ഒരിക്കലും അങ്ങനെ ഒരു പ്രമേഹത്തിന്റെ മരുന്ന് കിഡ്നിയെ ഡാമേജ് ആക്കുന്നില്ല. മാത്രമല്ല പ്രമേഹത്തിന് മരുന്ന് കുടിച്ചിട്ടില്ല എങ്കിലാണ് അത് കിഡ്നിയെ നേരത്തെ പറഞ്ഞ പോലെ ഓർഗൻ ഫെയിലിയർ ഉണ്ടാവാം. കൃത്യമായ മരുന്ന് കൃത്യമായ അനുസരിച്ച് ഡോസ് ഒക്കെ മാറ്റി ഡോക്ടറെ കണ്ട് കുടിച്ചിട്ടില്ലെങ്കിലാണ് കിഡ്നിയെ ബാധിക്കുക. ഒരിക്കലും പ്രമേഹത്തിന്റെ മരുന്ന് കിഡ്നിയെ ബാധിക്കുന്നില്ല. ആളുകൾ 10 കൊല്ലം മുമ്പ് ഡയബറ്റിക് ആയി ഡോക്ടറെ കണ്ടെന്നിട്ടുള്ള മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കും, ശ്രദ്ധിക്കൂല, അതിന്റെ വേരിയൻസ് ശ്രദ്ധിക്കാതെ, അങ്ങനെ കിഡ്നി ഡാമേജ് ആയി ഡയാലിസിൽ പോകേണ്ടി വരും. അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതെ കിഡ്നി ഡാമേജ് ആയി ഡയാലിസിസ് സെന്ററിൽ പോകേണ്ടി വരും. അല്ലാണ്ട് കിഡ്നിയുടെ മരുന്ന് കഴിച്ചുകൊണ്ട് ഡയബറ്റിക്കിന്റെ പ്രമേഹത്തിന്റെ മരുന്ന് കഴിച്ചുകൊണ്ട് ഒരാൾ ഒരിക്കലും ആവില്ല. വിശദമായിട്ടുള്ള വീഡിയോ മോള് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കാണണം എന്നുള്ളതാണ്. ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന ഏർപ്പാടാണ്. ഏതൊരു പെൺകുട്ടി എന്തോ പറയുന്നുണ്ട്. വിവരക്കേട് മാത്രമേ ഉള്ളൂ. ആഹാരവും ആരോഗ്യവും ഷുഗർ കിഡ്നിയെ നശിപ്പിക്കുക, നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ വീഡിയോസ് ഷുഗർ ലെവൽ ശരിയാക്കണം ഒക്കെ ഒരു അക്യുപങ്ക്ചർ കുത്തിയിട്ട് ശരിയാക്കുന്ന പറയുന്നത്. ഷുഗർ ലെവലൊക്കെ ഇതെങ്ങനെ ശരിയാക്കണം എന്നുള്ള അവർക്കും അറിയില്ല, ഒരിക്കലും വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നു. ഇദ്ദേഹത്തിന്റെ പിന്നെ ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാം. പിന്നെ മെഡിസിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാതെ കുറെ തലക്കെട്ടുള്ള ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട്. അത് ഇനി ഇദ്ദേഹം ഒരു മിനിറ്റ് കൂടി ഇതിന് പകരം പക്ഷപാതിത്വപരമായി സംസാരിക്കുക ചെയ്യുന്നത്. ഏതൊരു വ്യക്തിക്കും അയാൾക്ക് അക്യുപങ്ക്ചർ വിമർശിക്കാം, തീർച്ചയായും വിമർശിക്കാം. ഞാനും വിമർശകനായിരുന്നു. ഞാനും ആദ്യം ഒരു വിമർശനത്തിന്റെ പാതയിലായിരുന്നു. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അതിൽ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവും. തീർച്ചയായും പണ്ട് പറയത്തില്ല, അതെ, ഇവര് പറയുന്നത് ഞാൻ വിമർശകനായിരുന്നു, ട്രൈ ചെയ്ത് നോക്കി എഫക്റ്റ് കിട്ടി. അങ്ങനെയാണ് ഒരു ചികിത്സാ രീതി സ്വീകരിക്കേണ്ടത് നമ്മുടെ ആധുനിക കാലത്ത്. ഒരു ചികിത്സാ രീതി സ്വീകരിക്കേണ്ട ഒരാൾ അസുഖം മാറി എങ്കിൽ അത് എല്ലാവർക്കും അസുഖം മാറും, അങ്ങനെയാണോ? എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അസുഖം മാറി, നിങ്ങളത് എടുത്തോളൂ. അത് വെച്ച് അടുത്ത ആൾക്കും അങ്ങനെ അസുഖം മാറാൻ എന്താ ഉറപ്പ്? ഒരു ചികിത്സ, അതാണ് മോഡേൺ മെഡിസിൻ പ്രത്യേകത. അതൊരു യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൊരു സാധനമല്ല. ഓക്കെ, നിങ്ങളുടെ അനുഭവത്തിൽ വന്നു, നിങ്ങളുടെ അനുഭവമല്ല ചികിത്സക്ക് തെളിവ്, ഒരാളുടെ അനുഭവമല്ല ചികിത്സക്ക് തെളിവ്. മനസ്സിലായില്ലേ? ഒരാളിപ്പോ ഒരു സംഗതി കഴിച്ചു, വരവേന് വന്നു, കുറച്ച് പച്ചവെള്ളം ഒരു സ്പൂൺ എന്താ പറയാ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിച്ചു, അയാൾക്ക് മാറി. അപ്പൊ എല്ലാവർക്കും അത് മാറിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ അനുഭവം അല്ല തെളിവ്. അപ്പൊ അത് അടുത്ത ആൾക്കുള്ള വയറുവേദന അതുകൊണ്ട് ആയിക്കൊള്ളണമെന്നില്ല. ഞാനും വിമർശകനായിരുന്നു, പഠിച്ചപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. എന്താ നിങ്ങൾ പഠിച്ചത് പറയും, അതാ ചോദിച്ചത്. നമ്മൾ തുടക്കം തൊട്ട് ചോദിക്കുന്ന അതാണ്. കൈയിന്റെ അറ്റത്തൊരു സൂചി കുത്തിയാൽ എങ്ങനെ അസുഖം മാറുന്നു, എങ്ങനെ തൈറോയിഡിന്റെ പ്രശ്നം മാറുന്നു, എങ്ങനെ പിറ്റ്യൂട്ടറിയുടെ പ്രശ്നം മാറുന്നു, എങ്ങനെ വെരിക്കോസ് വെയിൻ മാറും, നിങ്ങളൊന്ന് പറയൂ. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേറെ. അത് നിങ്ങളുടെ അക്യുപങ്ക്ചർ വിശദീകരിക്കാൻ പറ്റാത്ത നിങ്ങൾ കടത്തിക്കൂട്ടിയൊരു സാധനമാണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അത് നിങ്ങളൊക്കെ ഏറെ മോഡേൺ മെഡിസിൻ ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഭക്ഷണ നിയന്ത്രണം.
ഭക്ഷണ നിയന്ത്രണം മോഡേൺ മെഡിസിനാണുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ ഒരു 5 മിനിറ്റ് വീഡിയോ ഉണ്ട്, ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ കാണാം. അപ്പൊ ഇവർക്ക് പിന്നെ അനുഭവങ്ങൾ, ആരുടെ അനുഭവം, ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത അദ്ദേഹം പിന്നെ പോളിടെക്നിക്ക് പഠിച്ച ആളാണ്, അദ്ദേഹത്തിന്റെ അനുഭവമാണ് തെളിവ്. ചികിത്സയ്ക്ക് തെളിവ് അനുഭവമല്ല, കൃത്യമായ പഠനങ്ങളാണ്, റിസർച്ചുകളാണ് എന്ന് ബുദ്ധിയും ബോധവും ഉള്ളവർ മനസ്സിലാക്കണം എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ബ്ലഡ് പ്രഷറും അമേരിക്കൻ കമ്പനികളും, ഇത് ഭയങ്കര രസമുള്ള ഒരു വീഡിയോ കേട്ടോ. സ്റ്റാൻഡേർഡ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആരാണ്? ഇപ്പോ ഞാൻ ബ്ലഡ് പ്രഷറിന് മരുന്ന്, ബി പിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത് വളരെ ഹെവി ഡോസാ കഴിക്കുന്നത്. 28ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്, 67 വയസ്സായി. ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തില് അമേരിക്കയിലെ കുത്തക കമ്പനികളാണ്. ബി പി എത്ര ആയിരിക്കണം, എത്ര ആണെങ്കിൽ മരുന്ന് കഴിക്കണം. പണ്ടാണെങ്കിൽ 100. ഇതിലൊരു കോമഡി, ഇത് കൃത്യമായി ഇയാളുടെ ജസ്റ്റിസ് കമാൽ പാഷയുടെ അദ്ദേഹത്തിന്റെ വീഡിയോക്ക് മറുപടി നമ്മൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൂടെ ആഡ് ചെയ്യുന്നു, നിങ്ങൾ കാണുന്നത്. 25 വയസ്സ് തൊട്ട് ഞാൻ എന്റെ ബി പിക്ക് മരുന്ന് കഴിക്കാണ്, ഇപ്പോഴും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം എണീറ്റ് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്നത്. 40 വർഷമായിട്ട് അദ്ദേഹം ബി പിക്ക് മരുന്ന് കഴിക്കാൻ നിർത്തിയിട്ടില്ല. ഓക്കെ, മരുന്ന് നിർത്തിയിട്ടാണ് എനിക്ക് ആരോഗ്യന്റെ ബി പി കുറഞ്ഞു, ഞാൻ അക്യുപങ്ക്ചർ എടുക്കുകയാണ്, എന്റെ ബി പി കുറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും ഉണ്ട്. മരുന്ന് കഴിച്ച് 40 വർഷമായിട്ട് മരുന്ന് കഴിച്ചിട്ട് പറയാണ് ഞാൻ മരുന്നിനെ കുറ്റം പറയാണ്. ഇതിന്റെ ഡോസ് ആരാ തീരുമാനിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ ഏരിയ അല്ല, ഇദ്ദേഹത്തിന്റെ നിയമവശമല്ല, മെഡിസിൻ ആണ്, മെഡിക്കൽ സയൻസ് ആണ്. എന്തുകൊണ്ട് ബി പിയുടെ ആ നിരക്കുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു കൃത്യമായി വിശദീകരിച്ചാണ് നമ്മൾ. ഇവിടെ പറയാൻ സമയമല്ല, ഞാൻ അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ മുകളിലിടാം. ഇദ്ദേഹം കണ്ണട വെച്ചിട്ടാണ് വന്നത്, മോഡേൺ മെഡിസിന്റെ സംഭാവനയാണ് കണ്ണട. എങ്കിൽ നിങ്ങൾ ആ കണ്ണട അക്യുപങ്ക്ചറിലൂടെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ബി പിയുടെ ഒന്ന് നിർത്തിവെക്ക്, ബി പിയുടെ മരുന്ന് കഴിക്കുന്നത്, എന്നിട്ട് സ്റ്റേജിൽ വന്ന് സംസാരിക്കും. അപ്പം ഇതിനൊക്കെ നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻ വേണം, എന്നിട്ട് അതിനെതിരെ സംസാരിക്കുന്നതിന്റെ വൈരുദ്ധ്യം ഞാൻ ഒരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കാണണമെന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അടുത്തത് നമ്മൾ സൂര്യ തേജസ്സുള്ള വിജയം, ജസ്റ്റിസ് കമാൽ പാഷ തന്നെ. വൈദ്യശാസ്ത്ര രംഗത്ത് അഴിച്ചുപണി വേണം. വൈദ്യശാസ്ത്ര രംഗത്ത് ചൂഷണം ഉണ്ട്, ഇല്ല എന്ന് പറയണില്ല. ഏതൊരു മേഖലയിലും ചൂഷണം ഉള്ള പോലെ തന്നെ വൈദ്യശാസ്ത്ര രംഗത്ത് മോഡേൺ മെഡിസിലൊക്കെ ചൂഷണങ്ങളുണ്ട്, ഹെൽത്ത് ഇൻഡസ്ട്രി ചൂഷണമുണ്ട് എന്ന് പറഞ്ഞിട്ട് ചൂഷണങ്ങൾ ഇല്ലാത്തതുണ്ട്. ചൂഷണങ്ങൾ ഇപ്പം അത് പോപ്പുലാരിറ്റി കിട്ടിയ സ്ഥിതിക്ക് എല്ലാ തരത്തിലും ആളുകളുണ്ടാവും. എല്ലാവരും ധാർമ്മികമായി വളരെ ഉഷാറുള്ള ആളുകളൊന്നും ആയിരിക്കുന്നില്ല. ഒരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായി കണ്ടവരുണ്ടാവാം. പ്രൈവറ്റ് ഹോസ്പിറ്റൽ സംബന്ധിച്ചിടത്തോളം അവർ ലാഭത്തിന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് ചാരിറ്റിക്കല്ല. തീർച്ചയായിട്ടും അവരുടെ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുമെങ്കിലും അവർ കൂടുതൽ കോസ്റ്റ് കിട്ടും. ഭയങ്കര പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടും. അപ്പം മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് കോളേജുകൾ പോയാലൊക്കെ നമുക്കറിയാം നാട്ടില്. ഇവിടെ ഗൾഫിൽ നേരെ തിരിച്ചാണ് കേട്ടോ. ഗൾഫിൽ ഗവൺമെന്റ് കോളേജ്, മെഡിക്കൽ ഹോസ്പിറ്റലുകളാണ് കൂടുതൽ ഫെസിലിറ്റി ഉള്ളത്. കാരണം ഗവൺമെന്റിൽ ഫണ്ട് ഉണ്ട് ഈ ഹെൽത്ത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം നാട്ടിൽ നേരെ തിരിച്ചാണ്. അപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവർ ലാഭത്തിന് വേണ്ടിയാണ് ഹോസ്പിറ്റൽ കൊടുക്കുന്നത്. അങ്ങനെ ലാഭത്തിന് വേണ്ടിയാണെങ്കിൽ പോലും മികച്ച ചികിത്സ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം ചികിത്സാ രംഗത്ത് ചൂഷണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പൂർണ്ണമായും ചൂഷണമായിട്ടുള്ള ഒരു മേഖലയാണ് സിംഗിൾ അക്യുപങ്ക്ചർ. ഓക്കെ, മോഡേൺ മെഡിസിനിൽ ചൂഷണം ഉണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് നൽകിയ ഉപകാരം ഒന്നും പറയേണ്ടതില്ലല്ലോ. ബട്ട് ഇവരെ പൂർണ്ണമായും ചൂഷണമായിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ചികിത്സാ രീതിയിൽ വന്നിട്ടാണ് അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗം, ചികിത്സാ രംഗം ചൂഷണമുക്തമാക്കണം എന്ന് പറയുന്നത്. അതെ. പിന്നെ ഇതില് അദ്ദേഹം കൂടുതൽ ഒരു പരസ്യങ്ങൾ തന്നെയാണ്. നിപ്പക്കെതിരാണ് ഇവര്. നിപ്പ കോവിഡിനൊക്കെ എതിരെ ഇവർ നന്നായിട്ട് സംസാരിക്കുന്നത്. ഇതൊരു സാമൂഹിക ദുരന്തമാണ് കേട്ടോ. ഇവര് പറയുന്നത് വെച്ചാല് നിപ്പ ചുരുള, ഈ വീഡിയോ നിപ്പ ചുരുളഴിയുന്നു, ഇതൊന്നും അങ്ങനെ കാര്യമില്ല. ഇത് ഞാൻ കണ്ടതാണ്. ഇത് 13 മിനിറ്റ് ഉള്ള കാരണം ഇവിടെ പ്ലേ ചെയ്യണില്ല. ഇവർ പറയുന്നത് കൊറോണ വൈറസ് ഒന്നുമില്ല, നിപ്പ ഒന്നും അങ്ങനെ പേടിക്കേണ്ടതില്ല, മരണഭയമാണ്. എനിക്ക് തോന്നുന്നു ഇവര് പ്രവാചകനെ ദീൻ പഠിപ്പിക്കാൻ പോകുന്ന ആളുകളാണ്. പ്രവാചകൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാണ്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയാ ഞങ്ങൾക്ക് മരണഭയം ഒന്നുമില്ല, അങ്ങനെ പകരൊന്നുമില്ല, പകർച്ചവ്യാധി പകരൊന്നുമില്ല പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പം പ്രവാചകന് ഇവർ അത്ര ഈമാനില്ല എന്ന് കരുതേണ്ടി വരും. പിന്നെ നിപ്പയെ കുറിച്ചും വൈറസിനെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളൊക്കെയാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാമൂഹിക ദുരന്തമാണ്. കാരണം ഇവർക്ക് ഇനി വൈറസ് എന്താ ബാക്ടീരിയ എന്താണെന്ന് അറിയില്ല. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വൈറസിനെ എന്നൊക്കെ ചോദിക്കണം. ഇവർക്ക് മോഡേൺ
ബയോളജി, മോളിക്കുലർ ബയോളജിയും ജെനറ്റിക്സും ബയോ ഇൻഫർമാറ്റിക്സ് ഒക്കെ എത്രത്തോളം വളർന്നു എന്നറിയില്ല. അന്ന് ഒരു വൈറസ്, ഇപ്പം കൊറോണ വൈറസിന്റെ ജെനറ്റിക് സീക്വൻസ് എന്താണെന്ന് അതിന്റെ ബേസിക്സ് അറിയുന്ന ഒരു കുട്ടിക്ക് നെറ്റിലൂടെ പോയിട്ട് തപ്പിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിപ്പ വൈറസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇതിനൊക്കെ നിഷേധിക്കുക, എന്നിട്ടൊരു തനി പ്രാകൃത സ്വഭാവമാണ് ഇവർ. എന്നിട്ട് അതിനൊക്കെ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. എന്നിട്ട് സത്യത്തിൽ കൊറോണ ഒക്കെ വന്ന സമയത്ത് ഇത്രയും കരുതലോടെ ഇരുന്നത് കൊണ്ടാണ് നമുക്കതിനെ പിടിച്ചു കെട്ടാൻ സാധിച്ചത്. ഞാൻ നിർത്താണ്, ഇനി കൂടുതൽ പോസ്റ്റിലോട്ടൊന്നും പോകണില്ല. പിന്നെ പല കളിയാക്കിയിട്ട് മാസ്കിൽ ഇത്ര ചെറിയ കൊറോണ മാസ്കുകളിൽ കൂടെ കയറൂല എന്ന ബാലിശമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. 5 മണി വരെ ലോക്ക് ചെയ്താൽ എന്താ, കൊറോണ 5 മണിക്ക് ശേഷം കൊറോണ ബാധിക്കൂലേ എന്നിങ്ങനെയുള്ള തികച്ചും ബാലിശമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെയും ജനങ്ങളുടെ ആരോഗ്യത്തെ ഒക്കെ ഗുരുതരമായി ബാധിക്കാവുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് അവർ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇവരൊരു സാമൂഹിക ദുരന്തം തന്നെയാണ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതുപോലെ ഇവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെടുത്ത് ഇവരുടെ പോസ്റ്റുകൾക്ക് ഇതേപോലെ മറുപടി പറയാന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ഈ രംഗത്തുള്ള സുഹൃത്തുക്കളും അടുത്ത എപ്പിസോഡ് മുതൽ ജോയിൻ ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും ഈ രംഗത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഓരോരുത്തരെയും പൊളിച്ചെഴുതുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കമന്റ്സ് എഴുതണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഈ ഒരു ഉദ്യമത്തിന് വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.